വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കവടിയാർ ജംഗ്ഷൻ. ഇത് ഈ കാണുന്ന ഇടതുവശത്തൊരു പാർക്കാണ്. നല്ല ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇത് കഴിഞ്ഞാണ്ട് ഒരു പോലീസ് റെഡ് ബട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യം വന്ന് അതിൽ കുത്തിക്കഴിഞ്ഞാൽ പോലീസ് വരുമെന്നാണ്. അതിൽ ആരെങ്കിലും റെഡ് ബട്ടണിൽ ഇതുവരെ പ്രസ് ചെയ്തായിട്ടൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ അത് കഴിഞ്ഞത് അടുത്ത് ഈ കാണുന്നത് കണ്ടോ, ഇതതിൻ്റെ കൂടെ കിടന്നത് അവിടെയെല്ലാം നാശക്കോട്ടയാക്കിയിട്ട് ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ കൊണ്ട് ഇതിൽ കയറി ആരെങ്കിലും മൂത്രമൊഴിച്ചായിട്ടോ അല്ലെങ്കിൽ ഇതിപ്പം വർക്ക് ചെയ്യുന്നതുകൊണ്ടൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഓരോ കോപ്രായങ്ങൾ കാണിക്കാൻ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുക എന്ന് പറയുന്ന ഓരോ കൊണ്ട് ലക്ഷങ്ങൾ. ആ നല്ലതുപോലെ ഒരു പാർക്കായിരുന്നു. ഇത് കുത്തി കിളച്ച് ഇതൊന്നും വർഷങ്ങളായിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. 1-2 ദിവസമൊക്കെ ആണെങ്കിലല്ല, വർഷങ്ങളായി. അതിൻ്റെ അടുത്ത് വേറൊരു ടോയ്ലറ്റ് പോലെയൊക്കെ തുടങ്ങി. ഇതൊക്കെ കൊണ്ട് കളയുന്നത് ലക്ഷങ്ങളാണ്. ഓരോ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുത്തിട്ട് ചുമ്മാ ഏതെങ്കിലും പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കൊണ്ട് രൂപ ഇറക്കും. യാതൊരു പ്രയോജനമില്ല. അവിടെ എല്ലാം വൃത്തികേടാക്കിയത് മിച്ചം. നല്ലൊരു ഏരിയ എങ്ങനെയാണ് കുളമാക്കാമെന്നാണ്. എന്നിട്ട് നല്ലൊരു പാർക്കായിരുന്നു. അതിനകത്ത് കൂടുതൽ എന്തൊക്കെ സിമൻറ്റ് പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആർക്കും ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷനാക്കി. എന്നിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടോ? അതുമില്ല. എല്ലാം വൃത്തികേടാക്കി. അവിടെ പെയിൻ്റ് അടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അത് അങ്ങനെ ഇട്ടിരിക്കുന്നു. അതാണ്ടോ ഇത് നഗരം മിനുക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അവസാനം മിനുക്കി ഒന്നും കാണാതെ ആ കണ്ടീഷനിലോട്ട് മാറുകയാണ്. എന്ത് ചെയ്യും? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. അപ്പം നമ്മൾ ഈ കവടിയാർ ഈ പാർക്ക് കണ്ടല്ലോ, ഇതിനകത്ത് ഇതേപോലെ ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് ശംഖുമുഖത്ത് പലയിടത്തും വെച്ചതിന് ശേഷം ഇത് ഇപ്പം ശരിയായി, ഇതിനകത്ത് കഴിയുന്ന പൈസ കിട്ടാൽ മതി, വെള്ളം വരും, എല്ലാം വരും എന്നൊക്കെ പറഞ്ഞാൽ അത് അവസാനം ആളും പേരും ഇല്ലാതായി. വെറുതെ എത്ര ലക്ഷം രൂപയെന്നറിയോ ഇതിനൊക്കെ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത്. യാതൊരുവിധ ആരെങ്കിലും വന്നൊരാൾ ഇത് ആനയാണ് ശരിയാണെന്ന് പറഞ്ഞ് ടെൻഡർ കൊടുക്കും. അതിന് നവീകരണം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊണ്ട് കളയും. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് അതിൻ്റെ വഴി കൂടെ പോകും. ഇത് എത്ര വർഷം വർക്ക് ചെയ്യുന്ന ഒരു വർഷം ഇരുന്നോന്ന് പോലും അറിഞ്ഞുകൂടാ. ഇത് കഴിയുമ്പോഴത്തേക്കും ഈ പൈസ ഫുൾ പോയി. അപ്പോൾ അതുപോലെ അവിടെ ഒരു പോലീസ് ബട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് സ്ഥാപിച്ചിരിക്കുന്നുണ്ടോ. ഈ സാധനം കുത്തിക്കഴിഞ്ഞാൽ എമർജൻസിക്ക് പോലീസ് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതെന്തിനാണെന്ന് പോലും നാട്ടുകാർക്ക് മനസ്സിലായിക്കാണില്ല, ആർക്കും മനസ്സിലായിക്കാണില്ല. ഇതേപോലെ ആ പാർക്ക് നല്ല ഭംഗിയായിട്ടിരുന്ന പാർക്കാണ്. നാച്ചുറൽ ചെടികളുമായിട്ടിരുന്നതാണ്. അതിനകത്ത് കുറച്ച് സിമെൻറ്റും സ്ട്രക്ചറുകളെല്ലാം കയറ്റി കുറച്ച് നമ്മുടെ വിവേകാനന്ദൻ്റെ ഈ സംഭവം കയറ്റി. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അങ്ങ് ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷനാക്കി. അത് നല്ല ലൈറ്റിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ചൊക്കെ ഇട്ടിരുന്നെങ്കിൽ അതിന് പകരം അതിപ്പം ഒരു ആളൊഴിഞ്ഞ പ്രേതാലയം പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ പല സംഭവങ്ങളും ഇതുപോലെയാണ്. ഇവർ രൂപ കൊണ്ടിറക്കും. വെറുതെ ആർക്കോ വേണ്ടി ഓർക്കാനിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷനാണ്. ഇതുപോലെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഓരോടത്ത് ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യങ്ങളാണ്. ബസ് കാത്തിരിക്കുന്ന കേന്ദ്രം പറഞ്ഞ പോലെ ഇതുപോലെ ഓരോന്ന് ആരെയും നോക്കാനില്ലാതെ അതവിടെ കിടന്ന് ചീത്തയായി പോകും. ഇതൊക്കെ ചെയ്യുന്നവർക്ക് പൈസ തിരിച്ച് പിടിക്കാനുള്ള ഒരു സംവിധാനം വേണം. എന്നാലേ ഇതിനൊരു പരിഹാരം വരുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ യൂസ്ലെസ്നെസ് അല്ലെങ്കിൽ പ്രയോജനമില്ലായ്മ ആദ്യമേ മനസ്സിലാക്കി അതനുസരിച്ചേ ചെയ്യാവൂ. അതുപോലെ ഇതെവിടെയാണ് ആവശ്യമുള്ളത് അവിടെയാണ് കൊണ്ടുവയ്ക്കാനുള്ളത്. അല്ലാതെ ഇപ്പം നമ്മൾ ഇതുപോലെ മുമ്പ് പലപ്പോഴും പറഞ്ഞ പോലെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഹോമിയോ കോളേജിൻ്റെ ഈസ്റ്റ് റോഡിലെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ഹോമിയോ കോളേജിൻ്റെ കയറിപ്പോകുന്നതിൻ്റെ 2 സൈഡിലുമാണ് ബാത്റൂം. ലാട്രിൻ 2 സൈഡിലും ബാത്റൂമാണ്. നമ്മൾ അതിനകത്തോട്ട് കയറുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. അത് കഴിഞ്ഞാണ് ഓഫീസും കാര്യങ്ങളും എല്ലാം. ആലോചിച്ചോളൂ, ഇത് ഏവൻ്റെ തലയിൽ വന്ന ഡിസൈനാണെന്നാണ് നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചുമ്മാ ചോദിച്ചപ്പോഴാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, അതെ ആൾക്കാർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയായിരിക്കുമല്ലോ വരുന്നത്, അപ്പോൾ ആദ്യം ഒഴിച്ചിട്ടായിരിക്കും അകത്തോട്ട് കയറി പോകണമെന്ന്. അപ്പോൾ 2 സൈഡിലും ബാത്റൂം വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് പണ്ടത്തെ കാര്യമാണ് കേട്ടോ, ഇപ്പം ചെയ്യില്ല. എന്തൊരു നാറ്റമായിരിക്കും. അതുവഴി അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ചവിട്ടിയാണ് അകത്തെ കോളേജിൽ ക്ലാസ്സിലോട്ടും എല്ലാം പോകുന്നത്. ഇതേപോലത്തെ കണ്ടീഷനാണ് ഈ സാധനങ്ങളെല്ലാം. നൈറ്റ് ലാമ്പ് അല്ല കത്തിക്കുന്ന പരിപാടി, ഇതുപോലെ ഇതൊക്കെ ശരിക്കും ആലോചിക്കാതെ. ഇപ്പോൾ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലിയെന്ന് പറഞ്ഞ പോലെയാണ് ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഓരോരോ ഫണ്ടെന്ന് പറഞ്ഞു വരും. ആ ഫണ്ടെടുത്ത് എവിടെയെങ്കിലുമൊക്കെ അലക്കേറ്റി അതിന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് വയ്ക്കും. അതിങ്ങനെ പിന്നെ ട്രാഫിക് ലൈറ്റുകൾ പോലും നേരെ നന്നാക്കില്ല. അവിടുത്തെ ട്രാഫിക് ലൈറ്റുകളിലോട്ട് ഇങ്ങനെ റോഡ് വെട്ടും. ഇപ്പോൾ പുതിയതായിട്ട് മറ്റേ AI സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ട് കുഴി കുഴിച്ചിട്ട് അതൊരു 1.5 അടി ആഴത്തിന് ഷാർപ്പായിട്ടുള്ള കുഴിയാണ്. നമ്മൾ രാവിലെ പോകുമ്പോൾ അതവിടെ കാണില്ല, രാത്രി തിരിച്ചു വരുമ്പോൾ ആ കുഴിയിൽ വീണ്
എല്ലൊടിയും പോലെ നല്ല ഒരു ഇടി കിട്ടും. റോഡുകളെ പറ്റി നമുക്ക് ഇനി അടുത്തിടാം, ഞാൻ കുറേ നോക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ലോക്കൽ റോഡുകളുടെ ഗതിയാണ്. അപ്പോൾ ഇതേപോലെ ഈ സാധനങ്ങളൊക്കെ, ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നതും ഇതുപോലെ ഓരോരോ സംഭവം ഇതുപോലെ പല ട്രാൻസ്പോർട്ടിലും പലതുമൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടിൽ ഇതേപോലെ ട്രെയിലർ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ റോഡിലുള്ള ട്രെയിലർ ബസ് തിരിയോ? എവിടെ തിരിയാൻ? ഒരു വളവെങ്കിൽ അതവിടെ കിടക്കും. അപ്പോൾ ഇതൊക്കെ എവിടെയെന്നെങ്കിലും കിടക്കുന്ന സാധനങ്ങൾ ഇവർ വന്ന് പൈസ കൊടുത്ത് മേടിപ്പിച്ചിട്ട് ആ കോൺട്രാക്ട് കൊടുത്തിട്ട് അതിൻ്റെ കമ്മീഷൻ മേടിച്ച് ഇത് ഇറക്കുന്നതാണ്. ഈ ട്രെയിലർ ബസ്സുകൾ ഒരിടത്ത് തിരിയേയില്ല. പിന്നെ ട്രാം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് അത് ഇതുപോലെ 8 തന്നെ ഫ്ലോപ്പായി. പിന്നെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നഷ്ടത്തിൽ ഓടാതിരിക്കുക? അപ്പോൾ ഇതേപോലെ ഇത് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അത് പ്രയോജനമുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യാനുള്ളൊരു മോണിറ്ററിങ് സംവിധാനം കൂടെ ഇതിന് വേണം. അല്ലാതെ ഇതൊന്നും വർക്കൗട്ട് ആവില്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫാക്റ്റ്. അപ്പം ഇത് നമ്മുടെ പൈസയാണ്, ഈ കൊടുക്കുന്ന ടാക്സ് കൊടുക്കുന്ന പൈസയൊക്കെയാണ് ഇത് കോടിക്കണക്കിന് രൂപ ഇതുപോലെ ഓരോരോ പരിപാടിയായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരെ.